ദുബായിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് പകരം എമിറേറ്റ്സ് ഐഡി ഉപയോഗിക്കാൻ അവസരമൊരുങ്ങുന്നു. 2016 സംവിധാനം നിലവിൽ വരുമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്കെല്ലാം എമിറേറ്റ്സ് ഐഡി ഉപയോഗിച്ച് ചികിത്സ തേടാൻ സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ ഹൈദർ അൽ യൂസഫ് വ്യക്തമാക്കി. നിലവിൽ സാധാ ഇൻഷുറൻസ് അംഗമായ സ്വദേശികൾക്കും ഇനായയിൽ അംഗങ്ങളായ വിദേശ താമസക്കാർക്കും ഇൻഷുറൻസ് ആവശ്യങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിക്കാൻ ആവുന്നുണ്ട്. ഇവരുടെ ഇൻഷുറൻസ് അക്കൗണ്ടുകൾ എമിറേറ്റ്സ് ഐ ഡിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. ഇത്തരത്തിൽ 2016 പൂർത്തിയാകുമ്പോഴേക്കും എമിറേറ്റിലെ മുഴുവൻ ആളുകൾക്കും ഈ സൗകര്യം ലഭ്യമാകും. എണ്ണ വിലയിടിവ് UAE സമ്പദ്ഘടനയെ ബാധിച്ചിട്ടില്ലെന്ന് ധനകാര്യമന്ത്രി സുൽത്താൻ ബിൻ സയ്യിദ് അൽ മൻസൂരി ഫെഡറൽ നാഷണൽ കൗൺസിൽ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറക്കിയ പ്രസ്താവനയിലാണ് അധികൃതരുടെ വിശദീകരണം. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന നയത്തിന് അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന UAE സമ്പദ്ഘടന ഏറെ സുശക്തമാണെന്നും എണ്ണ മേഖലയിലുള്ള ആശ്രയം വർഷം തോറും കുറഞ്ഞു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വികസന പദ്ധതികൾ തുടരുമെന്നും അൽ മൻസൂരി ചൂണ്ടിക്കാട്ടി. ഭാവിയിൽ വീണ്ടും എണ്ണ വിലയിടിവുണ്ടായാൽ നേരിടുന്നത് വ്യവസായം, സേവനം അടക്കമുള്ള മേഖലകളെ പ്രാപ്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിലെ മെഡിയോർ ഹോസ്പിറ്റൽ ഏകദിന തുടർ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിക്കുന്നു. ദുബായ് അൽ ബുസ്താൻ റൊട്ടാന ഹോട്ടലിൽ വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിപാടിയെന്ന് സംഘാടകർ അറിയിച്ചു. UAE വർദ്ധിച്ചു വരുന്ന പുകവലിക്കെതിരെ അധികൃതർ ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കുന്നു. എല്ലാ എമിറേറ്റുകളിലും പുകവലിക്കെതിരെ ശക്തമായ പ്രവർത്തനം നടത്തുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പുകവലി വിരുദ്ധ സമിതി രൂപീകരിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പുകവലിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് സമിതി രൂപീകരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. പുകയില ഉപയോഗം, പുകയില ഉൽപ്പന്നങ്ങൾ, അന്താരാഷ്ട്ര പുകയില വ്യാപാരം എന്നിവയുടെ വിശദ കണക്കും സമിതി തയ്യാറാക്കും. ആഗോള വികസന ധനസഹായ മേഖലയിൽ UAE മുന്നിലെന്ന് റിപ്പോർട്ട്. ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസന സഹായ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലാണ് തുടർച്ചയായ 2ാം വർഷവും UAE ഏറ്റവും വലിയ രാജ്യാന്തര ദാതാവായത്. മൊത്തം 18.36 ബില്യൺ ദിർഹമായിരുന്നു വികസന സഹായ മേഖലയിൽ 2014 UAE ചെലവഴിച്ചത്. വൈദ്യുതി മീറ്ററുകളിൽ തിരിമറി നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സൗദി വൈദ്യുതി കൺട്രോൾ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തിരിമറിയിൽ പിടിക്കപ്പെട്ടാൽ റീഡിംഗിൽ പെടാതെ ഉപയോഗിച്ച മുഴുവൻ ചാർജും മറ്റ് പിഴ നടപടികളും നേരിടേണ്ടി വരുമെന്ന് സൗദി വൈദ്യുതി അതോറിറ്റി മേധാവി അറിയിച്ചു. വൈദ്യുതി ചാർജ് വർധനയുടെ മറവിൽ മീറ്ററുകളിൽ തിരിമറിയും മറ്റും നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി വൈദ്യുത കൺട്രോൾ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ ഉദ്ദേശിച്ച് അനധികൃതമായി 1-ൽ കൂടുതൽ മീറ്ററുകൾ സ്ഥാപിക്കുകയും മീറ്റർ റീഡിംഗുകളിൽ തിരിമറി നടത്തുകയും ചെയ്യുന്നവർ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാവേണ്ടി വരുമെന്നും കൺട്രോൾ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തിരിമറിയിൽ പിടിക്കപ്പെട്ടാൽ റീഡിംഗിൽ പെടാതെ ഉപയോഗിച്ച മുഴുവൻ ചാർജും മറ്റു പിഴ നടപടികളും നേരിടേണ്ടി വരുമെന്ന് സൗദി വൈദ്യുതി അതോറിറ്റി മേധാവി ഡോക്ടർ അബ്ദുള്ള അൽ ഷേരി അറിയിച്ചു. ഒരു വീട്ടിൽ 1-ൽ കൂടുതൽ മീറ്ററുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വൈദ്യുതി ഉപഭോക്തൃ നിയമത്തിന്റെ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇതിന് വിരുദ്ധമാണെങ്കിൽ പിഴ നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വീട്ടിലോ വാണിജ്യ സ്ഥാപനത്തിലോ 1-ൽ കൂടുതൽ വൈദ്യുതി മീറ്റർ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത്തരക്കാർ അവ കൃത്യമാക്കുകയും ശരിയാക്കുകയും വേണം. കെട്ടിടങ്ങൾക്ക് താപപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചല്ലാതെ അവയ്ക്ക് വൈദ്യുതി കണക്ഷനുകൾ നൽകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കെട്ടിടങ്ങളിൽ ഇവ നടപ്പാക്കിയതായി സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ കണക്ഷൻ നൽകുകയുള്ളൂ. താപപ്രതിരോധ മാർഗം സ്വീകരിക്കുന്ന കെട്ടിടങ്ങൾക്ക് 30% വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. മീറ്ററുകൾ ഡിജിറ്റൽ മീറ്ററുകളാക്കി മാറ്റുന്നതിന് കൂടുതൽ കാലപരിധി വേണ്ടിവരും. 80 ലക്ഷം മീറ്ററുകളാണ് ഇതിനായി മാറ്റി സ്ഥാപിക്കേണ്ടി വരിക. ന്യൂസ് ബ്യൂറോ, ദമാം. നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ AV ബർദിൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഏതാണ്ട് 8 പതിറ്റാണ്ട് കാലം ഒരു ജനതയുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ വിമോചനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഊർജ്ജസ്വലവും ധന്യവുമായ ജീവിതത്തിനാണ് വിരാമമായതെന്ന് അനുസ്മരണ പ്രസംഗത്തിൽ കേന്ദ്ര കമ്മിറ്റി ട്രഷറർ സുധീഷ് തൃപ്രയാർ പറഞ്ഞു. ബഷീർ വരോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഷീർ പരപ്പങ്ങാടി, ജനറൽ സെക്രട്ടറി ജോർജ് വർഗീസ്, പ്രസിഡന്റ് സിദ്ദിഖ് കലായി, രക്ഷാധികാരി EM കബീർ തുടങ്ങിയവർ സംബന്ധിച്ചു.
ലുലു ഗ്രൂപ്പ് ഉത്തർപ്രദേശിൽ 1000 കോടി മുതൽ മുടക്കുന്നു. തലസ്ഥാന നഗരിയായ ലക്നൌവിൽ കൺവെൻഷൻ സെന്റർ, ഷോപ്പിംഗ് മാൾ, പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നിവ സ്ഥാപിക്കുമെന്ന് ചെയർമാൻ എം.എ. യൂസഫ് അലി അറിയിച്ചു. ആഗ്രയിൽ നടന്ന പ്രഥമ UP പ്രവാസി ദിവസ് വേദിയിലാണ് അദ്ദേഹം ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UAE-യിലെ സംഘടനയായ ഇൻകാസിന്റെ നാഷണൽ കമ്മിറ്റി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. CRG നായരാണ് പ്രസിഡന്റ്. പുന്നക്കൻ മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറിയുമാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂർ സ്വദേശി ദിനേശ് കുമാർ കുവൈറ്റിലെ ഫർവാനയിൽ ആശുപത്രിയിൽ നിര്യാതനായി. ദീപ ദിനേശാണ് ഭാര്യ. അൽ റാഷിദ് പ്രൊജക്ട് ഹോൾഡിംഗ് ഗ്രൂപ്പിലെ ജീവനക്കാരനായിരുന്നു. പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി കൈരളി സലാല കുടുംബസംഗമം സംഘടിപ്പിക്കുന്നു. ജനുവരി 8-ന് വെള്ളിയാഴ്ച കാലത്ത് 10 മണി മുതൽ ധാരിസ് റിസോർട്ട് തോട്ടത്തിലാണ് പരിപാടിയെന്ന് സംഘാടകർ അറിയിച്ചു. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ SNDP തട്ടിപ്പ് നടത്തിയെന്ന് വിജിലൻസ്. 80.3 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നതായി രഹസ്യ പരിശോധനയിൽ കണ്ടെത്തിയതായി വിജിലൻസ് പ്രത്യേക കോടതിയിൽ അറിയിച്ചു. VSന്റെ ഹർജി പരിഗണിക്കവെയാണ് വിജിലൻസ് ഇക്കാര്യം അറിയിച്ചത്. പിന്നാക്ക സമുദായ കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ അമിത പലിശയ്ക്ക് നൽകിയതിന്റെ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യം ശരിവെക്കുന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 80.3 ലക്ഷത്തിന്റെ തട്ടിപ്പ് പ്രാഥമികമായി കണ്ടെത്തിയെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു. രഹസ്യ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നാക്ക സമുദായ കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ നജീബിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. വിരമിച്ചതിനാൽ വകുപ്പ് തല നടപടി സാധ്യമല്ലെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. തുടർന്ന് രഹസ്യ പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി. അതേസമയം തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഞാൻ ഒരു നയാ പൈസ പോലും ക്രമക്കേട് കാണിച്ചിട്ടില്ല. ഞാൻ ഒരു പൈസ തൊട്ടിട്ടില്ല, എടുത്തിട്ടില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ അത് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശന് പ്രതി ചേർത്ത് കേസെടുക്കണമെന്നായിരുന്നു VSന്റെ ഹർജിയിലെ ആവശ്യം. ഹർജി പരിഗണിക്കുമ്പോഴാണ് തട്ടിപ്പ് നടന്നെന്ന പ്രാഥമിക കണ്ടെത്തൽ വിജിലൻസ് ലീഗൽ അഡ്വൈസർ കോടതിയെ അറിയിച്ചത്. വിശദ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഈ മാസം 11-ന് കോടതി തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. MP കൊടിക്കുന്നിൽ സുരേഷും സംഘവും ചേർന്ന് ആക്രമിച്ച പാസ്റ്ററുടെ മകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 24-കാരനായ നിഖിൽ ദേവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിതാവ് അശോകന് ജാമ്യാപേക്ഷ കോടതി തള്ളിയ സാഹചര്യത്തിലാണ് നിഖിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതേസമയം ആശുപത്രിയിലും നിഖിലിന് നേരെ വധശ്രമമുണ്ടായി. അക്രമികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈകുന്നേരം 4:30യോടുകൂടിയാണ് പാസ്റ്റർ അശോകന്റെ മകൻ നിഖിൽ ദേവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സഹോദരി നിജില നിഖിൽ തൂങ്ങി നിൽക്കുന്നത് ജനലിലൂടെ കണ്ടു. ഇതേ തുടർന്ന് നിജിലയുടെ നിലവിളി കേട്ട് ബന്ധുക്കളും അയൽവാസികളും എത്തി വാതിൽ ചവിട്ടി തുറന്നാണ് നിഖിലിനെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിഖിലിനെ CT സ്കാനിന് വിധേയനാക്കി. നിഖിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ബോധം വീണ്ടെടുത്തിട്ടില്ല. MP കൊടിക്കുന്നിൽ സുരേഷും ബന്ധു ഷീജയുമാണ് ഇതിന് കാരണമെന്ന് സഹോദരി നിജില പറഞ്ഞു. 2 ദിവസമായിട്ട് മാനസികമായിട്ട് വിഷമത്തിലായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷും ഷീജയും കൂടെ ഞങ്ങളെ വീട് കയറി ആക്രമിച്ചതാണ്. അല്ല, സുരേഷ് പറയും പോലെ എൻ്റെ അച്ഛൻ ആരെയും ആക്രമിച്ചിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. പിതാവ് അശോകന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്ന് നിഖിൽ മനോവിഷമത്തിലായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ആത്മഹത്യാ ശ്രമം. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ നിഖിലിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഇതിന് ഉത്തരവാദി ആഭ്യന്തരമന്ത്രിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഇത്തരമൊരു അവസ്ഥ ഇരട്ട നീതി നടപ്പിലാക്കുന്നതായിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതാണ്, ആഭ്യന്തര വകുപ്പ് സൃഷ്ടിക്കുന്നതാണ്. ഉത്തരവാദി യഥാർത്ഥത്തിൽ ആഭ്യന്തര മന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത്. കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ പാസ്റ്റർ അശോകനും ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിയെടുക്കാൻ DGP ജേക്കബ് തോമസിന് അനുമതിയില്ല. അനുമതി നൽകാൻ താൻ തയ്യാറായെങ്കിലും മന്ത്രിസഭ അനുവദിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് നടപടിയും നേരിടാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട DGP ജേക്കബ് തോമസ് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. അനുമതി ആവശ്യപ്പെട്ടുള്ള ഫയൽ തന്റെ മുന്നിൽ വരുമ്പോൾ നിശ്ചയമായും നിയമ നടപടിക്ക് അനുമതി നൽകുമെന്നാണ് അന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഫയൽ തന്റെ മുന്നിൽ വന്നപ്പോൾ മലക്കം മറിയുന്ന മുഖ്യമന്ത്രിയെയാണ് കണ്ടത്. മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ അനുമതി നൽകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും അതിനാൽ അത് കൊടുത്തില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ
ഇത് കൊടുക്കണം എന്നുള്ള അഭിപ്രായമായിരുന്നു. പക്ഷേ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും അത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല, അഡ്മിനിസ്ട്രേഷൻ്റെ പ്രശ്നമാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞു. പത്താംകോട്ടിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരഞ്ജൻ കുമാറിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കുടുംബത്തിന് 50 ലക്ഷം രൂപ ഗവൺമെൻറ് സഹായധനമായി നൽകും. നിരഞ്ജൻ കുമാറിൻ്റെ ഭാര്യയ്ക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കൊടുക്കുന്നതാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിന് നിരഞ്ജൻ കുമാറിന്റെ പേര് നൽകും. നിരഞ്ജൻ കുമാറിന്റെ സ്ഥലത്തുള്ള കൊല്ലങ്കോട് എളമ്പാശ്ശേരി റോഡ് നവീകരണത്തിന് 4 കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2015-16 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ആരോഗ്യ കേരളം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക കടങ്ങൾക്ക് 30/6/2016 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ തീരുമാനമായി. അധ്യാപക പാക്കേജ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 18 ലക്ഷം പേർക്കുള്ള ക്ഷേമ പെൻഷനുകളുടെ ചെക്ക് വിതരണം ഫെബ്രുവരി 6-ന് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അതാത് ജില്ലകളിൽ നടക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിയുടെ അഭിഭാഷകനായ രാജൻ ബാബു ചെയ്തത് മുന്നണിക്ക് നിരക്കാത്ത കാര്യമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാജൻ ബാബുവിനെതിരെ കൈക്കൊള്ളേണ്ട നടപടി UDF തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളി വഴി BJPയുമായി ബന്ധം സ്ഥാപിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജൻ ബാബു UDFന്റെ നിലപാടനുസരിച്ചല്ല പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ല. രാജൻ ബാബു ഉമ്മൻചാണ്ടിയുടെ ഒരു ദൂതനായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ ലീഗൽ അഡ്വൈസറും ആ പാർട്ടിയുടെ ഭരണഘടനയുടെ ശില്പിയുമാണ്. എന്നിട്ടും രാജൻ ബാബുവിനെ UDFിൽ നിന്ന് പുറത്താക്കാത്തത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. ഉത്തര കൊറിയ ആണവ പരീക്ഷണം നടത്തി. ഹൈഡ്രജൻ ബോംബ് പരീക്ഷണമാണ് നടത്തിയത്. പരീക്ഷണം വിജയമെന്ന് ഉത്തര കൊറിയ. പരീക്ഷണം ഭൂചലന മാപിനിയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തി. ഇതിനു മുമ്പ് 3 തവണ ഉത്തര കൊറിയ പരീക്ഷണം നടത്തിയിരുന്നു. പരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണ കൊറിയ അടിയന്തര യോഗം ചേർന്നു. രാജ്യത്തിന്റെ വടക്ക് തെക്കൻ മേഖലയായ കിൽജു നഗരത്തിന് 50 കിലോമീറ്റർ അകലെയായിരുന്നു ഉത്തര കൊറിയ അണുവായുധ പരീക്ഷണം നടത്തിയത്. അണുബോംബിനേക്കാൾ 1000 മടങ്ങ് പ്രഹരശേഷിയുള്ള ഹൈഡ്രജൻ ബോംബാണ് ഉത്തര കൊറിയ പരീക്ഷിച്ചത്. പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് ഉത്തര കൊറിയ അവകാശപ്പെട്ടു. അമേരിക്കയ്ക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമാണിതെന്നായിരുന്നു അവരുടെ പ്രതികരണം. 4ാം തവണയാണ് ഉത്തര കൊറിയ അണുപരീക്ഷണം നടത്തുന്നത്. നേരത്തെ 2006-ലും 2009-ലും 2013-ലും അവർ അണുവായുധ പരീക്ഷണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ അന്ന് ഉത്തര കൊറിയയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പരീക്ഷണം കൂടി നടത്തിയിരിക്കുന്നത്. അണുപരീക്ഷണത്തെ തുടർന്ന് റിക്ടർ സ്കെയിൽ 5.1 രേഖപ്പെടുത്തിയ ഭൂചലനം ഈ മേഖലയിലുണ്ടായി. ഭൂചലനം ആണവപരീക്ഷണത്തെ തുടർന്നാകാമെന്ന് ദക്ഷിണ കൊറിയ സംശയം പ്രകടിപ്പിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഉത്തര കൊറിയ വാർത്ത സ്ഥിരീകരിച്ചത്. ഇതോടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ദക്ഷിണ കൊറിയയിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നു. ഇരു കൊറിയകളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശത്രുത മൂർച്ഛിക്കുന്നതിന്റെ സൂചനയാണ് ലോകരാഷ്ട്രങ്ങൾ ഉത്തര കൊറിയയുടെ പുതിയ നീക്കത്തെ വീക്ഷിക്കുന്നത്. നാളെ ചേർന്ന UN രക്ഷാ കൗൺസിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾ ഉത്തര കൊറിയയ്ക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമായേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്. ദേശാഭിമാനി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ CM അബ്ദുൾ റഹ്മാൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായായിരുന്നു CM അബ്ദുൾ റഹ്മാൻ പത്രപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വന്നത്. 1967 കോഴിക്കോട് ചിന്താവാരികയിൽ ചേർന്ന അദ്ദേഹം 1968 ദേശാഭിമാനിയിൽ സബ് എഡിറ്ററായി. 1998 ദേശാഭിമാനി എക്സിക്യൂട്ടീവ് എഡിറ്ററായി വളർന്ന അദ്ദേഹം പുതിയ പത്രപ്രവർത്തകരെ പരിശീലിപ്പിക്കുന്നതിൽ അതുല്യ പങ്കുവഹിച്ചു. പ്രസ് അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ദേശീയ സമിതി അംഗം തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. 37 വർഷം നീണ്ട പത്രപ്രവർത്തന ജീവിതത്തിനൊടുവിൽ 2004 അദ്ദേഹം ദേശാഭിമാനിയിൽ നിന്ന് വിരമിച്ചത്. ഏറെ നാളുകളായി രോഗശയ്യയിലായിരുന്ന അബ്ദുൾ റഹ്മാനെ സന്ദർശിക്കാൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ എത്തിയിരുന്നു. കലൂർ ദേശാഭിമാനി ഓഫീസിൽ 11 മണി മുതൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനാണ് ബന്ധുക്കളുടെ തീരുമാനം. മലപ്പുറം തിരൂരിൽ 1944 ഒക്ടോബർ 1 ജനനം. കച്ചീബിയാണ് ഭാര്യ. കൈരളി പീപ്പിൾ കൊച്ചി ബ്യൂറോ ചീഫായിരുന്ന രജീഷ് റഹ്മാൻ ഏക മകനാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മദ്യനയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് CPIMന്റെ നയമെന്ന് കോടിയേരി വ്യക്തമാക്കി. അതുകൊണ്ട് CPMന്റെ മദ്യനയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഞങ്ങളുടെ നിലപാട് മദ്യവർജനമാണ്. മദ്യനിരോധനം പ്രാവർത്തികമല്ല എന്ന അനുഭവത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
ഇത് കണക്കിലെടുത്തുകൊണ്ട് മദ്യോപയോഗം കുറച്ചു വരുന്ന ഒരു മദ്യനയത്തിനായിരിക്കും ഇടതുപക്ഷ മുന്നണി രൂപം കൊടുക്കാൻ പോകുന്നത്. മദ്യവർജനം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് CPM മുൻകൈയെടുക്കാൻ പോകുന്നത്. ഈ ഒരു മദ്യനയം വ്യക്തമായിട്ട് CPM പ്രഖ്യാപിച്ചിട്ടും CPMന് നയമില്ല എന്ന് ഉമ്മൻചാണ്ടി പ്രചരിപ്പിക്കുന്നത് ബാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ കാരണം അവരുടെ മദ്യനയം പരിഹാസ്യമായി എന്ന് വന്നപ്പോഴാണ് ഇത്തരമൊരു പ്രചരണം ഉമ്മൻചാണ്ടി ഏറ്റെടുത്തിട്ടുള്ളത്. ബാർകോഴ കേസിൽ മുൻ ധനമന്ത്രി KM മാണി സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. ഹൈക്കോടതി വിധിയിലെ വിവാദ പരാമർശങ്ങൾ നീക്കിക്കിട്ടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ആലോചന. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും മാണി നിയമോപദേശം തേടി. മാണിയുടെ വാദം കേൾക്കാതെയാണ് ഹൈക്കോടതി പരാമർശങ്ങൾ നടത്തിയതെന്ന വാദം ഉയർത്തുന്നതിൽ തെറ്റില്ലെന്ന ഉപദേശം അഭിഭാഷകർ നൽകിയതായാണ് സൂചന. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് കൂടുതൽ പരാമർശങ്ങളുണ്ടായാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ രാഷ്ട്രീയ ഗൂഢാലോചനകൾക്ക് ശേഷം മാത്രമേ കോടതിയെ സമീപിക്കാൻ മാണി തയ്യാറാകൂ. സ്ത്രീ സമൂഹത്തിനെതിരെ നൂറ്റാണ്ടുകളായി തുടരുന്ന അടിച്ചമർത്തലുകൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ പോരാട്ടവും പ്രതിരോധവും ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനവുമായി വനിതാ പാർലമെന്റ് കൊച്ചിയിൽ സമാപിച്ചു. 3000-ലധികം സ്ത്രീകൾ പങ്കെടുത്ത വനിതാ പാർലമെന്റ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട് ഉദ്ഘാടനം ചെയ്തു. നടി KPC ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. As women and as women in politics, it is very important for us to reach the critical number. Therefore, today, all over India, we demand from the Modi government, why this delay? Why this hesitation? Why are you afraid of bringing more women into parliament? സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ചെറുത്തു തോൽപ്പിക്കണമെന്ന് വൃന്ദ കാരാട്ട് പറഞ്ഞു. കുടുംബശ്രീയെ തകർക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കങ്ങളെയും പരാജയപ്പെടുത്തണമെന്ന് വൃന്ദ ആവശ്യപ്പെട്ടു. ചലച്ചിത്ര താരം KPAC ലളിത ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 4000-ഓളം പ്രതിനിധികൾ വനിതാ പാർലമെന്റിൽ പങ്കെടുത്തു. സ്ത്രീപക്ഷ വികസനം മുൻനിർത്തിയുള്ള രേഖയ്ക്ക് വനിതാ പാർലമെന്റ് രൂപം നൽകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്താൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഗുരുദാസ്പൂർ SP സൽവീന്ദർ സിംഗിനെ NIA ചോദ്യം ചെയ്തു. SP-യുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് സൂചന. അതേസമയം പത്താൻകോട്ടിന് സമീപം ദുരൂഹ സാഹചര്യത്തിൽ ബാഗുമായി ഒരാൾ പിടിയിലായി. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ സൈനിക യൂണിഫോമിലെത്തിയ 2 പേരെയും പിടികൂടിയിട്ടുണ്ട്. ഭീകരവാദികൾ ആക്രമിക്കുകയും വാഹനവും മൊബൈൽ ഫോണും തട്ടിയെടുത്തതിനു ശേഷം കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തുവെന്നാണ് ഗുരുദാസ്പൂർ SP സൽവീന്ദർ സിംഗ് വെളിപ്പെടുത്തിയത്. എന്നാൽ NIA നടത്തിയ ചോദ്യം ചെയ്യലിൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനാൽ SP-യെ കസ്റ്റഡിയിലെടുത്തേക്കുമെന്നാണ് സൂചന. യൂണിഫോമോ സുരക്ഷയോ ഇല്ലാതെ ഔദ്യോഗിക വാഹനത്തിൽ അതിർത്തി മേഖലയിലൂടെ എന്തിന് യാത്ര ചെയ്തുവെന്നതും ഭീകരർ എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിലെ വിരുദ്ധ മൊഴികളുമാണ് സംശയാസ്പദമായി NIA കാണുന്നത്. ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ചിട്ടും പോലീസുകാരനാണെന്ന് തീവ്രവാദികൾ തിരിച്ചറിഞ്ഞില്ല എന്ന SP-യുടെ വാദവും NIA മുഖവിലേക്കെടുത്തില്ല. ചാരസുന്ദരികളെ ഉപയോഗിച്ച് ഭീകരർ SP-യിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെന്ന സംശയവും NIA-ക്കുണ്ട്. SP-യുടെ കൂടെ ഉണ്ടായിരുന്നവർ നൽകിയ മൊഴികൾ വ്യത്യസ്തമാണെന്നതും സംശയം വർദ്ധിപ്പിക്കുന്നു. അതേസമയം ആക്രമണം നടന്ന പത്താൻകോട്ട് വ്യോമതാവളത്തിൽ 5-ാം ദിവസവും സേന തിരച്ചിൽ തുടരുകയാണ്. തീവ്രവാദികൾ നുഴഞ്ഞുകയറിയതിനെ സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അതിർത്തി രക്ഷാ സേനയോട് ആവശ്യപ്പെട്ടു. BSF നൽകിയ അടിയന്തര റിപ്പോർട്ടിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്തതിനാലാണ് പുതിയ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 1993-ലെ മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആയുധം കൈവശം വെച്ചുവെന്ന കേസിൽ പൂനെ യർവാദ ജയിലിൽ കഴിയുന്ന ബോളിവുഡ് നടൻ സഞ്ജയ് ദത്തിന്റെ ശിക്ഷാ കാലാവധി പെട്ടെന്ന് അവസാനിക്കും. കാലാവധി കഴിയും മുമ്പ് ദത്തിനെ മോചിപ്പിക്കും. നല്ല നടപ്പ് പരിഗണിച്ചാണ് നടപടിയെന്ന് മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കി. ഫെബ്രുവരി 27-ന് സഞ്ജയ് ദത്തിനെ വിട്ടയക്കുമെന്നും മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചു. ഒക്ടോബറിലാണ് സഞ്ജയ് ദത്തിന്റെ ശിക്ഷാ കാലാവധി കഴിയേണ്ടത്. കതിരൂർ മനോജ് വധക്കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന് CBI നോട്ടീസ് അയച്ചു. CBI ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഇന്ന് ഹാജരാകണമെന്നാണ് ആവശ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഹാജരാകാനായില്ലെന്ന് ജയരാജൻ അറിയിച്ചു. നേരത്തെ ഇതേ കേസിൽ ജയരാജനിൽ നിന്ന് CBI മൊഴിയെടുത്തിരുന്നു. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട മുൻ SP-യുടെ മകനും ക്രിമിനലുമായ നിഖിലിനെ പിടിക്കാൻ കഴിയാത്തത് പോലീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. പോലീസിൽ നിന്ന് വിവരം ചോരുന്നത് മൂലമാണ് നിഖിലിനെ പിടികൂടാൻ കഴിയാത്തതെന്ന ആരോപണമാണ് ഉയരുന്നത്. നിഖിലിനെ സംരക്ഷിച്ച കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാത്തതിൽ പോലീസിനുള്ളിലും അമർഷം പുകയുകയാണ്.
നിഖിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്ന് ബോധ്യമായിട്ടും ഈ രീതിയിൽ അന്വേഷണം പോകാത്തതാണ് സംശയത്തിനിട നൽകുന്നത്. നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസ് ആക്രമണ കേസിലെ പ്രതിയായിരുന്ന കോൺഗ്രസ് കൗൺസിലറിന്റെ നേതൃത്വത്തിലായിരുന്നു മുൻ SP KP ബാലചന്ദ്രന്റെ മകനും ക്രിമിനലുമായ നിഖിലിനെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതെന്ന് പോലീസിന് മനസ്സിലായിരുന്നു. രക്ഷപ്പെടാൻ സഹായിച്ച കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്താൽ നിഖിൽ എവിടേക്കാണ് രക്ഷപ്പെട്ടതെന്ന് വ്യക്തമാകുമെന്നിരിക്കെ ഇതിന് പോലീസ് തയ്യാറാവാത്തത് ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഒളിവിലായ നിഖിലിനെ പിടികൂടാൻ ഒരാഴ്ചയിലേറെയായി പോലീസ് പിന്നാലെയുണ്ടെങ്കിലും പോലീസിന്റെ ഓരോ രഹസ്യ നീക്കങ്ങളും നിഖിൽ അറിയുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒളിവിലായ നിഖിൽ ഹൈക്കോടതി വഴി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നത് പോലീസ് അറിഞ്ഞിട്ടും നിഖിലിന്റെ കാര്യത്തിൽ കള്ളനും പോലീസും കളി തുടരുകയാണ്.